ഹായ് എവ്രി വൺ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ സൊസൈറ്റിയിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആണ്, കൾച്ചറൽ ആൻഡ് നാച്ചുറൽ സെറ്റിംഗ്സ്. ഇതിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കോപ്പർ ആൻഡ് ബ്രോൺസ് ആസ് എ സോഴ്സ് ഓഫ് ട്രാൻസിഷൻ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്. മനുഷ്യൻ കണ്ടെത്തിയ ആദ്യകാല ലോഹങ്ങളിൽ ഒന്നായിരുന്നു ചെമ്പ് എന്ന് പറയുന്നത്. മനുഷ്യവാസ കേന്ദ്രത്തിന്റെ പരിവർത്തനത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ലോഹമായിരുന്നു ചെമ്പ്. ആദ്യകാല മനുഷ്യർ ചെമ്പിന്റെ ചാലകതയും മറ്റും തിരിച്ചറിഞ്ഞതോടുകൂടി അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ആയുധങ്ങളും ആഭരണങ്ങളും എന്നിവ ഉണ്ടാക്കാനൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ചെമ്പ് ഉപകരണങ്ങളെ നിലം വൃത്തിയാക്കൽ, മണ്ണ് ഉഴുതുമറിക്കല്, അതുപോലെ വിളവെടുപ്പ് തുടങ്ങിയിട്ടുള്ള ജോലികൾ സുഗമമാക്കുന്നതിനായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപകരണങ്ങളും കാര്യങ്ങളും ഇതുപയോഗിച്ച് അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മെച്ചപ്പെട്ട ഭക്ഷ്യോൽപാദനത്തിനും അതുപോലെ ജനവാസ കേന്ദ്രങ്ങളുടെ വികാസനത്തിനും ഈ ഒരു ചെമ്പിന്റെ ഉൽപാദനം അല്ലെങ്കിൽ ഉപയോഗം കാരണമായി തീർന്നിട്ടുണ്ട്. ചെമ്പിന്റെ ഉപയോഗം കാർഷിക സാങ്കേതിക വിദ്യയില് പുരോഗതി ഒരുപാട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. മിച്ച ഭക്ഷ്യോൽപാദനത്തിന് കാരണമായിട്ടുണ്ട്. അതുപോലെ വലിയൊരു ജനസംഖ്യയെ പിന്തുണക്കുകയും കൂടുതൽ സ്ഥിരമായിട്ടുള്ള വാസസ്ഥലങ്ങളിലേക്ക് അവർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വെങ്കലയുഗം എന്നത് ആ ഒരു പദം മനുഷ്യന് പ്രധാന ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വെങ്കലം ഉപയോഗിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് വെങ്കലയുഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ ആദ്യം കല്ലും പിന്നീട് ചെമ്പ്, വെങ്കലം എന്നിവയായിരുന്നു ഉപയോഗിച്ചു വന്നിട്ടുള്ളത്. പിന്നീടാണ് അവർ ഇരുമ്പിലേക്ക് മാറിയിട്ടുള്ളത്. പ്രധാന ഉപകരണങ്ങൾ നിർമ്മിക്കാൻ അവര് വെങ്കലം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ വെങ്കലയുഗം എന്ന പദത്തിന്റെ അർത്ഥം പ്രധാനമായിട്ടും ആ ഒരു കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള സമൂഹങ്ങളും അതുപോലെ അടയാളപ്പെടുത്തിയ ഒരു പ്രത്യേക സാമൂഹിക രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വെങ്കല യുഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വെങ്കല യുഗം എന്നത് ഏകദേശം 3300 BCE മുതൽ 1200 BCE വരെയുള്ള മനുഷ്യൻ ആദ്യമായി വെങ്കല ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. മധ്യപൂർവ്വദേശത്തെ പുരാതന സുമേറിയന്മാരാണ് വെങ്കലയുഗത്തിലെ നിരവധി സാങ്കേതിക മുന്നേറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യകാല എഴുത്ത് സമ്പ്രദായങ്ങളും അതുപോലെ ചക്രത്തിന്റെ കണ്ടുപിടുത്തവും അതുപോലെ പുരാതന ഉപകരണങ്ങളും ആയുധങ്ങളും വെങ്കലത്തെ മികച്ചൊരു ലോഹമാക്കി മാറ്റാൻ സാധിച്ചു. ഒരു പുരാതന നാഗരികത വെങ്കലയുഗത്തിന്റെ ഭാഗമായിട്ട് തന്നെ കണക്കാക്കപ്പെട്ടു. വെങ്കലയുഗം എന്ന പദത്തിന്റെ അർത്ഥം നഗരവൽക്കരണവും അതുപോലെ സംസ്ഥാന സമൂഹങ്ങളും അടയാളപ്പെടുത്തുന്ന ഒരു പ്രത്യേക സാമൂഹിക രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതായത് വെങ്കല യുഗം എന്ന് പറയുന്നത് വ്യത്യസ്ത ആ ഒരു സമൂഹ കാലഘട്ടത്തിന്റെ രൂപീകരണവും അതുപോലെ വെങ്കലം എങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ആയുധം അല്ലെങ്കിൽ ആ ഒരു ലോഹം ഇത്രത്തോളം ആ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ള കാലഘട്ടത്തെയും പരാമർശിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വെങ്കലയുഗത്തിലെ പ്രധാന നാഗരികതകളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, 2 മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, 3 ചൈന അതുപോലെ ഷാങ് സിവിലൈസേഷൻ എന്ന് പറയും. 4th വൺ ഹാരപ്പൻ സിവിലൈസേഷൻ. അതിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈജിപ്റ്റ്, ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. അതായത് നൈലിന്റെ ദാനം എന്നാണ് ഈജിപ്തിനെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ്. 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈജിപ്ത് വികസിച്ചു വന്നിട്ടുള്ളത്. 3150 BCE മുതൽ 30 BCE വരെയുള്ള 3000ഓളം വർഷം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം തഴച്ചു വളർന്നു വന്നിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഈജിപ്ഷ്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. വടക്കു കിഴക്കൻ ആഫ്രിക്കയിലെ നൈൽ നദീ തീരത്താണ് പുരാതന ഈജിപ്തിന്റെ ഒരു നാഗരികത അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ സ്ഥിതി ചെയ്യുന്നതും അവിടെയാണ് ഇത് വളർന്നു വന്നിട്ടുള്ളത്. ആഫ്രിക്കയുടെ ഭൂരിഭാഗവും ഈജിപ്തിനെ വേർതിരിക്കുന്ന സഹാറ ഉൾപ്പെടെയുള്ള വിശാലമായ മരുഭൂമിയിലൂടെയാണ് നൈൽ ഒഴുകുന്നത്. നദിയുടെ വാർഷികമായിട്ടുള്ള വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ വിളകള് വളർത്തുന്നതുമെല്ലാം ഈ ഒരു നൈൽ നദിയെ ആശ്രയിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. നൈൽ നദിയിൽ വർഷം തോറും വെള്ളപ്പൊക്കം പതിവായിരുന്നു. പുരാതന ഈജിപ്തുകാർ അവരുടെ ഈ നൈൽ നദിക്ക് അനുസരിച്ച് അവർ മൂന്ന് സീസണുകളായിട്ട് അവരുടെ കാലഘട്ടത്തിൽ തിരിച്ചിട്ടുണ്ടായിരുന്നു. 1 വെള്ളപ്പൊക്കം, 3 വരൾച്ച, 2 വളർച്ച, 3ാമത്തത് വിളവെടുപ്പ് എന്നിങ്ങനെയായിരുന്നു. ഈ വാർഷിക വെള്ളപ്പൊക്കം കൃഷിക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ വർഷവും പോഷക സമൃദ്ധമായിട്ടുള്ള മണ്ണ് ആ ഒരു നദിക്കരയിൽ വന്ന് നിക്ഷേപിക്കുകയും അവർക്ക് ആ വെള്ളപ്പൊക്കത്തിന് ശേഷം സമൃദ്ധമായിട്ടുള്ള കൃഷിക്ക് അവ അനുയോജ്യമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. BCE 3100 നർമോ മൈനസ് എന്ന് പോലെയുള്ള ഒരു നേതാവ് ഈജിപ്തിനെ രാഷ്ട്രീയമായിട്ടും ഏകീകരിച്ചിട്ടുണ്ടായിരുന്നു. താഴത്തെ ഈജിപ്ത് ഡെൽറ്റയാണ്, അതുപോലെ വടക്ക് പ്രദേശം എന്ന് പറയപ്പെടുന്നു. മുകളിലെ ഈജിപ്ത് എന്ന് പറയുന്നത് അതുപോലെ രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് ഡെൽറ്റയിൽ നിന്നും മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്.
വളരെ നീളമുള്ള നൈൽ നദിക്ക് മഴക്കാലത്ത് എത്യോപ്യയിലെ ഉയർന്ന പർവ്വതങ്ങളിൽ നിന്നാണ് കൂടുതൽ വെള്ളം നൈൽ നദിയിലേക്ക് എത്തുന്നത്. അതിനാൽ ഉയർന്ന ഈ വെള്ളപ്പൊക്കം ജൂണോട് കൂടി അവസാനിക്കുകയും ചെയ്യും. വെള്ളപ്പൊക്കം വടക്കോട്ടാണ് ഒഴുകി പോകുന്നത്. നൈൽ നദി വടക്കോട്ടാണ് ഒഴുകി പോകുന്നത്. അപ്പർ ഈജിപ്തിൽ നദി ചാനലിന്റെ ഇരുവശത്തുമുള്ള ചെറിയ തടാകങ്ങളിലോ അല്ലെങ്കിൽ 4 or 6 വരെയുള്ള ആഴ്ചകളോളം ഈ ഒരു വെള്ളപ്പൊക്കം നിലനിൽക്കുകയും ചെയ്യും. ഗോതമ്പിന്റെയും അതുപോലെ ബാർലിയുടെയും വിതകൾ നവംബറിലാണ് ആരംഭിക്കുക. വർഷത്തിൽ 100 മില്ലിമീറ്ററിൽ താഴെ മഴ ഉണ്ടായിട്ടും വിളക്ക് സാധാരണയായി ജലസേചനം ആവശ്യമില്ല. കാരണം ഈ തടങ്ങളിൽ കെട്ടി നിൽക്കുന്ന വെള്ളപ്പൊക്കത്തിൽ ആ ഒരു മണ്ണിൽ തന്നെ വേണ്ടത്ര ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഒരു വെള്ളത്തിന്റെയോ ജലസേചനത്തിന്റെയോ ആവശ്യം ആ ഒരു കൃഷിക്ക് ഉണ്ടായിരുന്നില്ല. ഈജിപ്ഷ്യൻ ക്രോണോളജി. പുരാതന ഈജിപ്തുകാരെ പിരമിഡുകള് അതുപോലെ ഫറോവ, ക്ലിയോപാട്ര എന്നിവയുടെ ഒരു ഭവനമായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നിരുന്നാലും പുരാതന ഈജിപ്തിന്റെ കാലഘട്ടം ദീർഘവും അതുപോലെ തന്നെ സങ്കീർണവുമായിരുന്നു. പുരാതന ഈജിപ്തിന്റെ സമയക്രമം ഒന്നിലധികം കാലഘട്ടങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ ഏറ്റവും പഴക്കമേറിയതാണ് പ്രീ ഡൈനാസ്റ്റിക് കാലഘട്ടം എന്ന് പറയുന്നത്. ഇത് BC 4300 ഉള്ളത്. ഈജിപ്ത്, റോമൻ അതുപോലെ ബൈസെൻട്രൈൻ സാമ്രാജ്യങ്ങളുടെ ഭാഗമായിരുന്ന അവസാന കാലഘട്ടം 642 CE അവസാനിച്ചിട്ടുള്ളത്. പുരാതന ഈജിപ്ത് 6300 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത് ഏകദേശം 5000 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പുരാതന ഈജിപ്തിന്റെ ടൈം ലൈൻ 3 രാജ്യങ്ങളിലായിട്ട് ഇന്റർമീഡിയറ്റ് കാലഘട്ടങ്ങളായിട്ടും ഇതിനെ വിഭജിച്ചു കൊണ്ടുവരാം. അവ 31 രാജവംശങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. രാജവംശങ്ങൾ ഓരോ വംശത്തിൽ നിന്നുള്ള ഫറോവമാരുടെ ഒരു പരമ്പരയായിരുന്നു. ഒരു രാജകുടുംബത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഭരണങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ആരാണോ ആദ്യത്തെ രാജാവ് അവരുടെ അടുത്തൊരു തലമുറ എന്ന് പറയുന്നതായിരുന്നു അടുത്തൊരു ഫറോവയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ജനകീയ സംസ്കാരത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് പുരാതന ഈജിപ്ത് ഒരു പഴയ രാജ്യമാണ്. ഇക്കാലത്ത് നിർമ്മിച്ച വാസ്തുവിദ്യകളും കലയുമായിരുന്നു ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. 2 രാജവംശങ്ങൾ ഉൾപ്പെടുന്ന ആദ്യകാല രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ പുരാതന ഈജിപ്തുകാരും അതുപോലെ ഇപ്പോഴുള്ള ഗ്രാമങ്ങളിലും മറ്റും താമസിച്ചിരുന്നവരും അവരുടെ പ്രീ ഡൈനാസ്റ്റിക് കാലഘട്ടത്തെ പോലെ പ്രാഥമികമായിട്ട് ഉപജീവനമായിട്ടും കർഷകരായിരുന്നു ഇവര്. അതുപോലെ BCE 2675 കൂടി പഴയ സാമ്രാജ്യത്തിന്റെ തുടക്കത്തിൽ ദൈനംദിന ജീവിതം മാറാൻ തുടങ്ങിയത്. ഈ സമയത്താണ് പിരമിഡുകളുടെ നിർമ്മാണവും മറ്റും തുടങ്ങിയതും. മെസപ്പൊട്ടോമിയയും അതിന്റെ നഗരങ്ങളും. പുരാതന അസീറിയയെയും അതുപോലെ ബാബിലോണിയയെയും ഉൾക്കൊള്ളുന്ന ടൈഗ്രീസിനും യൂഫ്രട്ടീസിനും ചേർന്ന് കിടക്കുന്ന പുരാതന ഭൂമിയുടെ ക്ലാസിക്കൽ നാമമാണ് മെസപ്പൊട്ടോമിയ അഥവാ നദികൾക്കിടയിലെ ദേശം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഇന്നത്തെ ഇറാഖിലാണ് സ്ഥിതി ചെയ്യുന്നത്. മെസപ്പൊട്ടോമിയയിലെ പലപ്പോഴും നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. കാരണം ഏറ്റവും സ്വാധീനമുള്ള ആദ്യകാല നഗര സംസ്ഥാനങ്ങളും സാമ്രാജ്യങ്ങളും അവിടെയാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ടൈഗ്രീസും യൂഫ്രട്ടീസുമാണ് ഈ 2 നദികൾ. ഈ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ സ്ഥിതി ചെയ്യുന്നത്. ഈജിപ്തിലെയോ ഗ്രീസിലെയോ കൂടുതൽ യോജിച്ച നാഗരികതകളിൽ നിന്നും വ്യത്യസ്തമായി മെസപ്പൊട്ടോമിയ വൈവിധ്യമാർന്നിട്ടുള്ള സംസ്കാരങ്ങളുടെ ഒരു ശേഖരം തന്നെയായിരുന്നു. മെസപ്പൊട്ടോമിയൻ നാഗരികത സുമേറിയൻ, അക്കാഡിയൻ, ബാബിലോണിയൻ, അസീറിയൻ തുടങ്ങിയ പുരാതന സംസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിയോലിത്തിക് വിപ്ലവത്തിന്റെ ആദ്യകാല സംഭവ വികാസങ്ങളുടെ സ്ഥലമാണ് മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. ചക്രത്തിന്റെ കണ്ടുപിടുത്തം, ആദ്യകാല ധാന്യവിളകളുടെ നടീൽ, കർസീവ് ലിപികളുടെ വികസനം, അതുപോലെ ഗണിതം, ജ്യോതിശാസ്ത്രം, കൃഷി എന്നിവ ഉൾപ്പെടെയുള്ള മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾക്കെല്ലാം പ്രചോദനമായിട്ടുള്ളത് മെസപ്പൊട്ടോമിയയാണ്. മെസപ്പൊട്ടോമിയക്കാർ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള എഴുത്തു സംവിധാനം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് കളിമൺ ഗുളികകളിലായിരുന്നു അവർ ഇത് ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നത്. മെസപ്പൊട്ടോമിയയിൽ വളർന്നു വരുന്ന നഗര കമ്മ്യൂണിറ്റികൾ വികസിപ്പിച്ചെടുത്ത അവരുടെ അക്കൗണ്ടിംഗ് നടപടിക്രമങ്ങളെ സഹായിക്കുക എന്നതായിരുന്നു പ്രധാനമായിട്ടും ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിൽ ചിഹ്നങ്ങളുടെയും അക്കങ്ങളുടെയും ഒരു ശ്രേണി തന്നെ ഉണ്ടായിരുന്നു. BCE 2800 ആയപ്പോഴേക്കും ചിഹ്നങ്ങളും അക്കങ്ങളും ഒരു ആദ്യകാല ഉപയോഗവും അതുപോലെ ക്യൂണിഫോം ലിപിയുടെ ഒരു പുതിയൊരു സംവിധാനമായിട്ട് വികസിക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. ക്യൂണിഫോം എന്ന വാക്ക് ലാറ്റിനായ ക്യൂനിയസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മൃദുവായ കളിമൺ മരം അല്ലെങ്കിൽ അസ്ഥി, സ്റ്റൈലസ് തുടങ്ങിയിട്ടുള്ള ഉണ്ടാക്കിയ അടയാളമുള്ള ബെഡ്ജ് ആകൃതിയിലുള്ള സ്വഭാവത്തെയാണ് ഇത് പരാമർശിക്കുന്നത്. മെസപ്പൊട്ടോമിയ കാർഷിക വികസനത്തിന്റെ ആദ്യ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഈ കാലയളവിൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മുന്നേറ്റങ്ങൾ ഒന്നുകിൽ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഉപയോഗത്തിന് അനുയോജ്യമാകുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കലപ്പ, അതുപോലെ ചക്രമുള്ള വണ്ടികൾ, ഡ്രാഫ്റ്റ് മൃഗങ്ങൾ, ഇഷ്ടികകൾ, കമാനം, നഗരജീവിതം,
കുശവന്റെ ചക്രത്തിലെയും മൺപാത്രങ്ങളുടെയും അതുപോലെ വ്യവസായവൽകൃതമായിട്ടുള്ള ഒരു നിർമ്മാണം, ചെമ്പു വെങ്കലവും ഉരുക്കൽ, ദീർഘദൂര വ്യാപാരത്തിന്റെ വലിയ വിപുലീകരണം, കപ്പലോട്ടങ്ങൾ, എഴുത്ത്, വിപുലമായ നമ്പർ സംവിധാനം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മെസപ്പൊട്ടോമിയൻ നാഗരികത ലോകത്തിലെ ആദ്യകാല നാഗരികതകളായിട്ട് ഒന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്തിന്റെ കാലാവസ്ഥ അർദ്ധവരണ്ട കാലാവസ്ഥയാണ്. വടക്ക് വിശാലമായ മരുഭൂമി പ്രദേശങ്ങളും തെക്ക് ഭാഗത്ത് ചതുപ്പുകളും തടാകങ്ങളും ചെളിവെള്ളം തീരങ്ങൾ എന്നിവയാണുള്ളത്. ഉറവകളും കിണറുകളും ജലത്തിന്റെ പ്രത്യേക ലഭ്യതയ്ക്ക് സംഭാവന നൽകുന്ന ഒന്നാണ്. കൃഷി ചെയ്ത പ്രദേശങ്ങളിലേക്കും അതുപോലെ പുറത്തുള്ള സസ്യങ്ങളെ പിന്തുണക്കാനും ഇത് സഹായകമായിട്ടുണ്ട്. മഴയെ ആശ്രയിച്ചായിരുന്നു ഇവര് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. വടക്കൻ പ്രദേശങ്ങൾ മുതൽ തെക്ക് വരെയുള്ള വരണ്ട അന്തരീക്ഷമായിരുന്നു ഈ ഒരു പ്രദേശത്ത് വ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ കാർഷിക ജലസേചനം അത്യാവശ്യമായിരുന്നു. ജലവിതരണം ക്രമരഹിതമായി ഉയർന്ന ശരാശരി താപനിലയുടെ വളരെ കുറഞ്ഞ വാർഷിക മഴയുടെയും ഫലമായിട്ട് ഭൂമി കഠിനവും അതുപോലെ വരണ്ടതുമായി തീർന്നു. 8 മാസമെങ്കിലും എന്താണ് സസ്യകൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്നത്. തൽഫലമായിട്ട് BC 10-ാം നൂറ്റാണ്ടില് ഉയർന്ന മഴയുള്ള മേഖലകളിൽ മെസപ്പൊട്ടോമിയയുടെ മലയോര അതിർത്തികളിലും മറ്റും കൃഷി ആരംഭിച്ചതായിട്ടും അതുപോലെ വിളനാശത്തിന് അതുപോലെ അപകട സാധ്യതകളും ഇല്ലാത്ത കൃഷിയും കൃത്രിമ ജലസേചനവും കണ്ടുപിടിച്ചതായിട്ടും പറയുന്നുണ്ട്. കനാലുകളുടെയും മറ്റും വിശാലമായിട്ടുള്ള ഉപയോഗവും ഈ കാലത്തുണ്ടായിരുന്നു. പ്രദേശങ്ങളിലേക്കും മറ്റും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് കനാലുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ നിലം അങ്ങേറ്റം ഫലഭൂഷ്ടമായതിനാൽ ജലസേചനവും ആവശ്യമായിട്ടുള്ള ഡ്രൈനേജും സമൃദ്ധമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനാലും തെക്കൻ മെസപ്പൊട്ടോമിയയിൽ ഗണ്യമായ ജനസംഖ്യയും മറ്റും ഉയർന്നു വരാനും ഇതിന് കാരണമായി തീർന്നു. ഈ പ്രദേശത്ത് എന്താണ് മുഖ്യമായിട്ടും കൃഷിയും അതുപോലെ തന്നെ പശുപരിപാലന രീതിയും അനുബന്ധമായിട്ട് തീർന്നു. അവർ എന്താണ് കൂടാരത്തിൽ താമസിക്കുന്ന നാടോടികൾ ആടുകളെയും മറ്റും മേയിച്ചു നടക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില കുടുംബങ്ങളിലെ പ്രത്യേക പാസ്റ്ററലിസം കാരണം പുരാതന മെസപ്പൊട്ടോമിയയിലെ മൃഗസമ്പത്ത് എന്താണ് വളരെയധികം വർദ്ധിച്ചു വന്നു. പ്രാഥമികമായിട്ടുള്ള തുണിത്തരങ്ങളും കമ്പിളിയും മറ്റും അവരെ കയറ്റുമതി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പാലും പാലുൽപ്പന്നങ്ങളും പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, അതുപോലെ നദിയിൽ നിന്നും മത്സ്യങ്ങള്, വിളവെടുപ്പ് എന്നിവയെല്ലാം അതിന്റെ പരാജയങ്ങളെയും അവരെന്താണ് വിശ്വസനീയമായിട്ട് അംഗീകരിച്ചവരായിരുന്നു. മത്സ്യബന്ധനം സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നായിരുന്നു. മെസപ്പൊട്ടോമിയൻ ക്രോണോളജി. പുരാതന മെസപ്പൊട്ടോമിയയിലെ 4 രാജവംശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സുമേറിയൻ, അക്കാഡിയൻ, ബാബിലോണിയൻ, അസീറിയൻ എന്നീ നാഗരികതകൾ. BCE 3000 അടുത്ത് സുമേറിയക്കാർ കാര്യമായിട്ടുള്ള ഒരു സാംസ്കാരികത അവർക്ക് ഉണ്ടായിരുന്നു. വടക്കൻ മെസപ്പൊട്ടോമിയയിലെ അക്കാഡിയൻസ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് ആശയവിനിമയം അക്കാദ സംസ്കാരത്തിന്റെ ഒരു പേരിലാണ് ഉണ്ടായിരുന്നത്. 4 ഇമ്പോർട്ടന്റ് ഡൈനാസ്റ്റീസ് ആയിരുന്നു ഈ ഒരു ക്രോണോളജിയിൽ ഉണ്ടായിരുന്നത്. അതിൽ ആദ്യമായിട്ട് വന്നത് സുമേറിയൻ ആയിരുന്നു. തെക്കൻ മെസപ്പൊട്ടോമിയയിലെ അലൂവിയൻ സമതലം 2 പ്രദേശങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് സുമേർ എന്നറിയപ്പെടും. സുമേറിയക്കാരുടെ തെക്ക് ദേശമായിരുന്നു. അക്കാഡ് വടക്ക് ഭാഗങ്ങളായിരുന്നു. സുമേറിയൻ നാഗരികത ആദ്യമായിട്ട് അതിന്റെ രൂപമെടുത്തത് തെക്കൻ മെസപ്പൊട്ടോമിയയിലും ഏകദേശം BCE 4000 കൂടിയാണ്. ഈ പ്രദേശത്തിന്റെ ആദ്യത്തെ നാഗരികത എന്ന് അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. സ്വന്തം ഭാഷയും അതുപോലെ സാംസ്കാരികവും ഉള്ള ഒരു വിഭാഗമായിരുന്നു സുമേറിയക്കാര്. അവരുടെ ജനത സാമൂഹികമായിട്ടുള്ള ആചാരങ്ങളും നിയമങ്ങളും ഭാഷയും അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അക്കാഡിയൻ കാലഘട്ടത്തിൽ നിന്നും വളരെ വ്യത്യസ്തരായിരുന്നു ഇവർ. മെസപ്പൊട്ടോമിയയിലെ നാഗരികതയുടെ ഏകസ്ഥാപകൻ സുമേറിയക്കാരായിരുന്നു. പിന്നീടുള്ള പഠനങ്ങൾ കാണിക്കുന്നത് സുമേറിയക്കാർ യഥാർത്ഥത്തിൽ ആദ്യം മെസപ്പൊട്ടോമിയൻ നഗരങ്ങളുടെ രൂപീകരണത്തിന് ഉൾപ്പെട്ട നിരവധി ആളുകളിൽ ഒരാൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഇതിൽ വരുന്നത് അക്കാഡിയൻസ് ആണ്. ആധുനിക ബാഗ്ദാദിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ടൈഗ്രിസ്, യൂഫ്രട്ടിസ് എന്നിവ സംഗമിക്കുന്ന ബാബിലോണിയയുടെ വടക്ക് ഡിവിഷന്റെ ഭാഗമായിട്ടാണ് അക്കാഡിയൻസ് ഉള്ളത്. അക്കാഡിയൻസിന്റെ ഭാഷ എന്ന് പറയുന്നത് ഹീബ്രു, അറബിക് തുടങ്ങിയവയായിരുന്നു. മെസപ്പൊട്ടോമിയയിലും ലെവന്റിലും അക്കാഡിയൻ, സുമേറിയൻ ഭാഷ സംസാരിക്കുന്നവരാണ് അക്കാഡിയൻ സാമ്രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും സ്ഥാപിതമായ 180 വർഷങ്ങൾക്ക് ശേഷം 2154 BCയിൽ ഈ സാമ്രാജ്യം തകരുകയാണ് ചെയ്തത്. അടുത്തതാണ് ബാബിലോൺ. ബാബിലോൺ എന്ന് പറയുന്നത് തുടക്കത്തിൽ മധ്യ മെസപ്പൊട്ടോമിയയിലെ ഒരു ചെറിയ നഗരമായിരുന്നു. 1894 BCയിൽ സ്ഥാപിതമായതിനു ശേഷം ഒരു നൂറ്റാണ്ടോളം ഈ ഒരു ബാബിലോൺ നിലനിന്നിട്ടുണ്ടായിരുന്നു. 1892 BCE മുതൽ 1850 BCE വരെയുള്ള ഹമ്മൂറാബിയുടെ ഭരണത്തോടു കൂടിയാണ് ഈ ഒരു ബാബിലോണിന്റെ സ്ഥിതി മാറിയത്.
ഹമ്മുറാബി ബാബിലോണിനെ വിദേശ ഭരണത്തിൽ നിന്നും മോചിപ്പിച്ചു. ദെൻ തെക്കൻ മെസപ്പൊട്ടോമിയ മുഴുവൻ തന്റെ അധിനിവേശം അവര് വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രദേശത്തിന് സ്ഥിരത കൊണ്ടുവരാനും ബാബിലോണിയ എന്ന പേര് ഉറപ്പിക്കുകയും അവർ ചെയ്തു. ദെൻ ബാബിലോണിലെ ഒന്നാം രാജവംശത്തിന്റെ ഏറ്റവും പ്രധാന നഗര നേട്ടങ്ങളിൽ ഒന്ന് ഏകദേശം 1754 BC മുതൽ ഹമ്മുറാബിയുടെ കോഡ് എന്നറിയപ്പെടുന്ന ഒരു നിയമ സംഹിതയുടെ സമാഹാരമായിരുന്നു. ദെൻ അസീറിയൻ ആണ് നാലാമതായിട്ട് വരുന്നത്. BCE 900 കൂടിയാണ് അസീറിയക്കാര് രംഗത്ത് വന്നിട്ടുള്ളത്. അവരുടെ യഥാർത്ഥ തലസ്ഥാനം അസൂർ ആയിരുന്നു. അവരുടെ സൈനിക യന്ത്രങ്ങളിൽ രഥങ്ങളും വില്ലാളികളും കാലാളുകളും കുതിരപ്പടയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദെൻ ഉപരോധത്തിലൂടെ നഗരങ്ങളും മറ്റും അവർ പിടിച്ചടക്കുകയും കീഴടക്കുകയും ചെയ്തു. അവർ ഫലപ്രദമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും മറ്റും വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭീകരത പരിശീലിക്കുകയും ഭയം ജനങ്ങളിൽ ജനിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവര് ചെയ്തിട്ടുള്ള ഒരു ഭരണതന്ത്രം എന്ന് പറയുന്നത്. അവശേഷിക്കുന്ന മിക്ക അസീറിയൻ ലിഖിതങ്ങളും അവർ കീഴടക്കിയ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള ക്രൂരതകളെയാണ് വിവരിക്കുന്നത്. അസീറിയയിലെ രാജാക്കന്മാർ സിംഹങ്ങളെ വേട്ടയാടുന്നത് ചിത്രീകരിക്കുന്ന പല ശിലാലിഖിതങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് അവരുടെ ക്രൂരതയെ ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ അവരുടെ ആധിപത്യത്തെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതായിരുന്നു. രാജാവ് ഒരു വലിയ വേട്ടക്കാരനാണെങ്കിൽ അവർ ശക്തയായിട്ടുള്ള ഒരു യോദ്ധാവ് എന്നുള്ളതായിരുന്നു അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ BCE 600 കൂടി കീഴടങ്ങിയ 12ൽ കുറയാത്ത ജനങ്ങളുടെ ഒരു കൂട്ടുകെട്ട്, ഒരു ഏകോപിത പ്രക്ഷോഭം നടത്തി. അത് അസീറിയൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചു. ദെൻ അടുത്തത് ദ ഷാങ് സിവിലൈസേഷൻ ഓഫ് ദ നോർത്തേൺ ആൻഡ് സെൻട്രൽ ചൈന. ദെൻ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രമായിട്ടുള്ള ചരിത്രത്തിലെ അല്ലെങ്കിൽ ചൈനയിലെ ആദ്യകാല ഭരണരാജവംശമായിരുന്നു ഷാങ് രാജവംശം എന്ന് പറയുന്നത്. 1600 BCE മുതൽ 1046 BCE വരെയാണ് ഷാങ് ഭരിക്കുകയും ചൈനയിലും വെങ്കലയുഗത്തിന്റെ ആവിർഭാവം അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, കലാസൃഷ്ടി, സൈനിക സാങ്കേതിക വിദ്യ എന്നിവയുടെ പുരോഗതിക്കും ഇവർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷാങ് സംസ്കാരം നവീന ശിലായുഗത്തിലെ കർഷക സമൂഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. ജനസംഖ്യയുടെ കാര്യമായിട്ടുള്ള സ്ഥാനചലനം അതുപോലെ സൈനിക മേധാവിയുടെ കീഴടങ്ങലിലൂടെയാണ് രാജവംശം ആരംഭിച്ചിട്ടുള്ളത്. ഷാങ് എന്നറിയപ്പെടുന്ന ഭൗതിക സംസ്കാരം ഷാൻസി മുതൽ പസഫിക് സമുദ്രം വരെയുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്നതാണ്. അതിനാൽ ഷാങ് എന്നത് ഒരു കാലഘട്ടത്തെയും അതുപോലെ തന്നെ ഒരു നാഗരികതയെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. കർഷകർക്ക് അധ്വാനം മാത്രമല്ല അതുപോലെ സൈനിക സേവനവും നൽകേണ്ട ബാധ്യതയുണ്ടായിരുന്നു ആ കാലഘട്ടത്തില്. ചൈനയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഷാങ് രാജ്യം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ചും മഞ്ഞ നദീതടത്തിന് ചുറ്റുമുള്ള സമതലം ഈ ഒരു ഭാഗം മാത്രമായിരുന്നു ഷാങ് രാജവംശം ഭരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. വെങ്കലത്തിന്റെ വിപുലമായിട്ടുള്ള ഉപയോഗമാണ് ഷാങ് കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. കല്ല്, അരിവാൾ, അസ്ഥി തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങളും അമ്പടയാളം പോലെയുള്ള ആയുധങ്ങളും അന്നത്തെ കാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്നു. എഴുത്ത് അതുപോലെ യുദ്ധത്തിൽ കുതിരകളുടെയും രഥങ്ങളുടെയും ഉപയോഗം, മതിലുകളുടെയും വാസസ്ഥലങ്ങളുടെയും ഉപയോഗം എന്നിവയും ഷാങ് സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നായിരുന്നു. എല്ലും കല്ലും ഉപയോഗിച്ചാണ് കൃഷിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളും അതുപോലെ പാലുൽപ്പന്നങ്ങൾക്കും മറ്റും അവർ ഊന്നൽ നൽകിക്കൊണ്ട് സ്പെഷ്യലൈസ്ഡ് പാസ്റ്ററലിസവും ചൈനയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എരുമ, കന്നുകാലികള്, ആട്, ചെമ്മരിയാട്, പന്നികൾ എന്നിവയെയും കോഴി വളർത്തലും ഉണ്ടായിരുന്നു. ഷാങ് കാലഘട്ടത്തില് എരുമയുടെ അസ്ഥികളാണ് അവർ ഏറ്റവും കൂടുതൽ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. ധാന്യം കുഴിച്ച കുഴികളിലാണ് ഇവ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ലോങ്ഷാൻ നിയോലിത്തിക് സംസ്കാരത്തിന്റെ കുശവന്റെ ചക്രം ഉപയോഗിച്ചിട്ടാണ് നല്ല ചാരനിറത്തിലുള്ള മൺപാത്രങ്ങൾ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഷാങ് കാലഘട്ടം വരെ ചക്രഗതാഗതം നിലവിലില്ലായിരുന്നു. ചൈനയിലെ മില്ലറ്റ് അതുപോലെ ഗോതമ്പ് കൃഷിയുടെ പ്രദേശം എന്ന് അറിയപ്പെടുന്ന ഹുവാങ് ഹോ ഗണ്യമായ അളവിൽ മഞ്ഞച്ചെളി വഹിക്കുന്ന ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു നദിയാണ്. ഇടയ്ക്കിടെ വെള്ളപ്പൊക്കം ഈ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ട്. വെങ്കലയുഗത്തിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഹുവാങ് ഹോയിൽ അല്ലെങ്കിൽ നേരിട്ടല്ലാതെ ചെറിയ പോഷക നദികളുടെയും സമീപമായിരുന്നു. നിരവധി നൂറ്റാണ്ടുകളായിട്ട് രണ്ട് വ്യത്യസ്ത കാർഷിക പാരമ്പര്യങ്ങൾ വികസിച്ചു വന്നു ഈ ഒരു ചൈനയില്. ചൈനയുടെ തായ്വരയുടെ വടക്ക് മേഖലയിൽ കഠിനമായ ശൈത്യകാലം അനുഭവപ്പെട്ടു. താപനില 8 ഡിഗ്രി സെൽഷ്യസ് വരെയായി. ചൈനയുടെ തെക്കൻ പ്രദേശം കൂടുതൽ ചൂടുള്ളതും വേനൽക്കാലവുമായിരുന്നു. വെള്ളക്കെട്ടുള്ള പാടങ്ങളിലെ നെൽകൃഷിക്ക് ഈ പ്രദേശം അനുയോജ്യമായി തീർന്നു.
Then the key centers of Shang civilization. അതിൽ ആദ്യമായിട്ട് വന്ന് എർലിറ്റൺ ആണ്. ഷാങ് നാഗരികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് എർലിറ്റോ, അയാങ്, ഷെങ്ഷോ എന്നിവയാണ്. 1959 ചൈനീസ് പുരാവസ്തു ഗവേഷകൻ കണ്ടെത്തിയ എർലിറ്റോ ആദ്യകാല ഷാങ് കാലഘട്ടത്തിലാണ്. ചുറ്റുമതിലുകളുടെയും അതുപോലെ വീടിന്റെ അടിത്തറയും നിർമ്മിക്കുന്നതിന് ഇടിച്ച മണ്ണ് ഉപയോഗിച്ച് എർലിറ്റോ സെറ്റിൽമെന്റിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നായിരുന്നു. ഷാങ്ങിന്റെയും അതുപോലെ വെങ്കല പാത്രങ്ങളും സമാനമായിട്ടുള്ള പൊള്ളയായ കാലുകളുള്ള ചാരനിറത്തിലുള്ള മൺപാത്രങ്ങളും അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കത്തി പോലെയുള്ള ലോഹ ഉപകരണങ്ങളും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ചാങ്ഷോയിൽ 150 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന അന്യാങ് എന്നുള്ള ഒരു പ്രദേശം 19ാം നൂറ്റാണ്ടിലെ ഷാങ് രാജാവ് തന്നെ തലസ്ഥാനമായിട്ട് നിർമ്മിച്ചതാണത്. വെയ് നദിയുടെ കൈവഴിയായി ഹുവായ് നദിയുടെ സമതലത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് താഴ്ന്ന ഹുവാങ് ഹോയിലേക്കാണ് ഒഴുകുന്നത്. ദെൻ അന്യാങ് പ്രദേശത്തെ ഗ്രാമങ്ങളിൽ ഒന്നായ സിയോ വോട്ടോൺ ആണ് ഏറ്റവും വിപുലമായ കുഴിച്ചെടുത്ത ഒരു പ്രദേശം എന്ന് പറയുന്നത്. കുഴിച്ചെടുത്ത പ്രദേശങ്ങളിലെ അവശിഷ്ടങ്ങളെ പിറ്റ് ഹൗസുകൾ, പ്ലാറ്റ്ഫോമുകളുടെ ഘടന, കരകൗശല വർക്ക്ഷോപ്പുകൾ, സംഭരണ സൗകര്യങ്ങൾ, ആചാരപരമായിട്ടുള്ള വെങ്കലങ്ങളും ജേഡും അടങ്ങിയിട്ടുള്ള ഐലറ്റ് ശവക്കുഴികൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ കാലയളവിൽ അവർ മൺപാത്രങ്ങൾക്കൊപ്പം കയോലിൻ എന്ന് പറയുന്ന കളിമണ്ണിൽ നിർമ്മിച്ച വെളുത്ത മൺപാത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. തടി കൊണ്ടുള്ള ഫർണിച്ചറുകള്, അതുപോലെ ഒരു മരത്തിന്റെ സ്രവം കൊണ്ടുള്ള ലാക്വർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അവർ പരുക്കൻ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഷാങ് എന്നറിയപ്പെടുന്നത് ഒരു ബൗദ്ധിക സംസ്കാരം അഥവാ ഷാൻസി മുതൽ പസഫിക് സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഒരു സംസ്കാരത്തിനും ഇത്ര വിശാലമായിട്ടുള്ള പ്രദേശം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ദെൻ ഷാങ് എന്നുള്ളത് ഒരു ക്ലാസിക് ചൈനീസ് നാഗരികതയെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിരുന്നു. ദെൻ ഏറ്റവും പ്രധാന സ്ഥലമായിട്ടുള്ള സെഡ്ഗോ ഡെബോച്ചസ് നദിയുടെ തെക്കാണ് ഇത് നിലനിൽക്കുന്നത്. ഇത് സമ്പന്നമായിട്ടുള്ള ഒരു കാർഷിക രാജ്യമാണ്. സെൻഗോ ക്രമീകരണത്തെ ഒരു അർബൻ ക്ലസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അടുത്തതായിട്ട് ക്രോണോളജി ഓഫ് ഷാങ് സിവിലൈസേഷൻ ആണ്. ഷാങ് ഭരണം അവസാനിച്ച് നൂറുകണക്കിന് മുതൽ അഥവാ 1000 വർഷം വരെ ആ ഗ്രന്ഥങ്ങളിൽ ഷാങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ വളരെയധികം പരിമിതമായിരുന്നു. എന്നിരുന്നാലും ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഒറാക്കിൾ അസ്ഥികളും അതുപോലെ അവയുടെ ലിഖിതങ്ങളും കണ്ടെത്തിയതോടെ കാര്യങ്ങൾ മാറി തുടങ്ങിയത്. ഒറാക്കിൾ അസ്ഥികളിൽ പരാമർശിച്ചിട്ടുള്ള രാജാക്കന്മാരുടെ പേരുകൾ അതുപോലെ ചരിത്രരേഖകളിൽ ഉള്ളവയായിരുന്നു. അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന രീതിയിലുള്ള തെളിവുകളായിരുന്നു ലഭിച്ചിട്ടുള്ളത്. കൂടാതെ ലേഡി ഹാവോയുടെ ശവകുടീരം ചരിത്രമായിട്ടുള്ള വിവരങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒന്നായിട്ട് തന്നെ മാറിയിരുന്നു. തൽഫലമായിട്ട് ചൈനീസ് നാഗരികതയുടെ ഉത്ഭവം കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങിയത്. ഭാവിയിൽ ഷാങ്ങിനെ കുറിച്ചുള്ള ധാരണ രേഖാമൂലമുള്ള ചരിത്ര വിവരണവും ലഭ്യമായ പുരാവസ്തു തെളിവുകളിലും തമ്മിലുള്ള വിന്യാസത്തെ ഷാങ്ങിനെ കുറിച്ചുള്ള നിലവിലെ ധാരണക്ക് കാര്യമായിട്ടുള്ള ഒരു വിശ്വാസത നൽകാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചെമ്പും വെങ്കലവും മനുഷ്യവാസ കേന്ദ്രങ്ങളുടെ പരിവർത്തനത്തിന് നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നായിരുന്നു. ചെമ്പ് ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും ആവിർഭാവം സാങ്കേതിക വിദ്യയിലെ ഗണ്യമായിട്ടുള്ള ഒരു പുരോഗതി തന്നെ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള കൃഷിയും മറ്റു നിർമ്മാണങ്ങളും ഇതിലൂടെ കൊണ്ടുവരാനും അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ചെമ്പിന്റെയും ടിന്നിന്റെയും ആലോയ് എന്ന വെങ്കലത്തിന്റെയും വികസനം യുദ്ധം, വ്യാപാരം, കലാപരമായിട്ടുള്ള ഉൽപാദനം എന്നിവയെ സ്വാധീനിച്ച് സമൂഹത്തിൽ കൂടുതൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ഇതിലൂടെ സഹായകമായി. അതുപോലെ അവസാനമായിട്ട് ചൈനയുടെ ചരിത്രത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തിയത് വടക്കൻ അതുപോലെ മധ്യ ചൈനയിലെ ഷാങ് നാഗരികത ഉയർന്നു വന്നു. വെങ്കല മെറ്റർജി, എഴുത്ത്, സൈനിക സാങ്കേതിക വിദ്യ എന്നിവയിൽ അവർ ഏറ്റവും കൂടുതൽ മികച്ചു നിന്ന ഒരു വിഭാഗമായിരുന്നു. അന്യാങ്ങിലെ ഷാങ് തലസ്ഥാനം വിലപ്പെട്ട പുരാവസ്തു ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ നാഗരികതയെ കുറിച്ചുള്ള നമ്മുടെ പുതിയ ധാരണകൾ, പുതിയ കണ്ടെത്തലുകൾ കൊണ്ടുവരുന്നതോടുകൂടി വികസിച്ചു കൊണ്ടേയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. കോപ്പർ അതുപോലെ ബ്രോൺസ് എന്നിവയുള്ള സംഭവങ്ങൾ വന്നതോടുകൂടി ഹ്യൂമൻ സെറ്റിൽമെന്റിൽ ഉണ്ടായിരുന്ന ഒരു ട്രാൻസിഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും, അതുപോലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഷാങ് സിവിലൈസേഷൻ, അതുപോലെ ഹാരപ്പൻ സിവിലൈസേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.